അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അഹങ്കാരിയായ സുലൈഖ, അതെ, നമ്മുടെ ഷാമിലിൻ്റെ എളാമ, ഭർത്താവിനെയെല്ലാം ഒഴിവാക്കി മക്കളെയെല്ലാം ജ്യേഷ്ഠത്തിയുടെ അരികിൽ നിർത്തി നേരെ ഗൾഫ് യാത്രയ്ക്ക് വേണ്ടി തയ്യാറാവുകയാണ്. അങ്ങനെ അവർ എയർപോർട്ടിലെത്തി. കൊണ്ടുവരാൻ വന്ന ആള് തിരിച്ചു പോന്നു. അങ്ങനെ അവൾ കസ്റ്റംസ് ക്ലിയറൻസിൻ്റെ അടുത്തേക്കെല്ലാം പോയി. കിഴക്കൻ കടൽക്കാറ്റ് പതുക്കെ വീശുന്ന ഒരു രാവിലെയായിരുന്നു അത്. കോഴിക്കോട് വിമാനത്താവളത്തിൻ്റെ വലിയ ഗ്ലാസ് വാതിലുകൾക്ക് മുമ്പിൽ തവിട്ട് നിറമുള്ള ലഗേജ് ട്രോളി തള്ളിക്കൊണ്ട് ഒരു യുവതി ആത്മവിശ്വാസത്തോടെ കടന്നു വരുന്നു. അത് മറ്റാരുമല്ലായിരുന്നു, അത് ഷാമിലിൻ്റെ എളാമ സുലൈഖ. ശരിക്കും മേക്കപ്പിൽ കുളിച്ച അവർക്ക് ഒരു അറബിച്ച് ലുക്ക് തന്നെ ആയി മാറിയിട്ടുണ്ട് എന്നുള്ളൊരു അഹങ്കാരം കൂടിയുണ്ട്. അല്പം കളറുണ്ട്, നല്ല തടിയുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കല്പം അഹങ്കാരവും കൂടുതലാണ്. സുലൈഖയുടെ നടപ്പിൽ പോലും ഒരു ഭാവമുണ്ടായിരുന്നു. ഉയർന്ന തല, നേർത്ത പുഞ്ചിരി, ഉയർന്ന മാറിടം, കണ്ണുകളിൽ ഒരു തിളക്കം. അത് ആത്മവിശ്വാസമോ അഹങ്കാരമോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു തിളക്കം. ഇന്നാണ് അവളുടെ ആദ്യത്തെ വിമാനയാത്ര, അതും അറേബ്യയിലേക്ക്. അവിടെ ഒരു അറബി വ്യാപാരിയുടെ ഭാര്യയായി പുതിയ ജീവിതം തുടങ്ങുവാനാണ് അവൾ പോകുന്നത് എന്നതായിരുന്നു അവളുടെ മനസ്സിലെ പ്ലാനിങ്. ഇനി ഞാൻ സാധാരണ ഒരു പെണ്ണല്ല, അവൾ മനസ്സിൽ പറഞ്ഞു. ഓഹ്, ഷാമിലിൻ്റെ അറബിയെ കെട്ടണം, എനിക്ക് അയാളുടെ കൂടെ സുഖമായിട്ട് അവിടെ ജീവിക്കണം, അത് കോടീശ്വരിയായിട്ട്. എന്നിട്ട് ഇതിന് സ്റ്റാറ്റസ് ഇടണം, എല്ലാവരോടും പറയണം, അതെ, ദിസ് ഈസ് മൈ ന്യൂ ഹസ്ബൻഡ്, ഐ ആം ഹാപ്പി എന്ന് പറഞ്ഞ് അറബിയുടെ കൂടെ ഇരുന്നു കൊണ്ടും മടിയിലിരുന്നു കൊണ്ടൊക്കെ ഓരോ ഫോട്ടോസ് ഇങ്ങനെ സ്റ്റാറ്റസ് ഇടണം. അവളുടെ മനസ്സിൽ പല പല ചിന്തകൾ. സ്വന്തം മക്കളെക്കുറിച്ചോ ഭർത്താവിനെക്കുറിച്ചോ ഓർത്തില്ല. അതെ, ഭർത്താവ് കിളവനായ അയാൾ എന്തിനു കൊള്ളാം, ഒരു 5 പൈസക്ക് ഉപകാരമില്ല, അതുമാത്രമല്ല ഒരു കഴിവുമില്ല. എന്തിന് ഞാൻ അയാളുടെ ഭാര്യയായി ജീവിക്കുന്നത്? ഇസ്ലാമിലൊരു നിയമമുണ്ട്, അതായത് ഒന്നിനും കഴിവില്ല എന്നുണ്ടെങ്കിൽ നമുക്കവരെ ഫസ്റ്റ് ചെയ്യാം എന്നൊക്കെ. ഞാൻ അത് തന്നെയാണ് എടുത്തത്. എന്തിനു വേണ്ടിയിട്ട് കുഴഞ്ഞ ആളെ ഒരുപാട് കാലം നോക്കി, മതി, ഇനി കഴിയൂല. അവളുടെ മനസ്സിൽ പല പല ചിന്തകൾ. ഇനി ഒരിക്കലും ഞാനൊരു സാധാരണ പെണ്ണല്ല എന്നാണ് അവരുടെ ചിന്താഗതി. വിമാനത്തിലെ ആദ്യ അനുഭവം. അവർ വിമാനത്തിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് സെക്യൂരിറ്റി ചെക്കിൽ അവൾ അല്പം അസഹനീയമായി നിന്നു. ഓഹ്, എന്തൊരു ലാഗാണിത്, എത്ര ടൈമായി. ഓഹ്, ഇതിപ്പോൾ ബാഗുകൾ സ്കാൻ ചെയ്യാൻ അവൾ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. പ്ലീസ് എൻ്റെ ബാഗൊന്ന് നിങ്ങൾ പെട്ടെന്ന് സ്കാൻ ചെയ്യൂ, ഞാൻ അറബിയുടെ ഭാര്യയാണ്, അല്ലാതെ ജോലിക്ക് പോവുകയല്ല. ഉദ്യോഗസ്ഥർ പുഞ്ചിരിച്ചു. മാഡം, എല്ലാവർക്കും ഒരുപാട് ചെക്കിങ് വേണം, അത് നിങ്ങൾക്ക് ഫസ്റ്റ് ചെക്കിങ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ അതൊന്നും പറ്റില്ല, എല്ലാവരും നിങ്ങളെപ്പോലെ ടിക്കറ്റ് എടുത്ത് കയറുന്നവർ തന്നെയാണ്. അത് കേട്ട് സുലൈഖാക്ക് ഇഷ്ടമായില്ല. എന്നാൽ അവൾ ഒന്നും പറയാതെ മുന്നോട്ട് നീങ്ങി. വിമാനത്തിലേക്ക് കയറുമ്പോൾ അവൾ ചുറ്റും നോക്കി. മറ്റുള്ള യാത്രക്കാർ സാധാരണ ആളുകളെപ്പോലെ തോന്നി. എല്ലാവരും സാധാരണക്കാർ. ഓഹ്, എന്നെ കണ്ടാൽ ശരിക്കൊരു അറബിച്ച് ലുക്കും, അല്ലെങ്കിലും കുറച്ച് തടിയും കളറും ഉണ്ടായതും നന്നായി. ഇനി കുറച്ച് ദിവസങ്ങൾക്കകം ഞാൻ ഇവരിൽ നിന്നൊക്കെ വേറിട്ടവളാകും, അത് ഒന്നുകൂടി മൊഞ്ചാവും, അവൾ വീണ്ടും മനസ്സിൽ പറഞ്ഞു. അങ്ങനെ അവൾ വിമാനത്തിലേക്ക് കയറിയിരുന്നു. അവൾ വിൻഡോ സീറ്റ് തന്നെയായിരുന്നു അവൾ സെലക്ട് ചെയ്തിരുന്നത്. വിമാനം ഉയരാൻ തയ്യാറെടുക്കുമ്പോൾ സുലൈഖ ജനലിനരികിലുള്ള സീറ്റിലിരുന്നു. വിമാനം പറന്നുയരുമ്പോൾ അവളുടെ ഹൃദയം അല്പം പേടിയോടെ ഒന്ന് തട്ടി. ഒരുപാട് സമയം വിമാനം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നു. പിന്നീട് പതുക്കെ പതുക്കെ പൊങ്ങി പൊങ്ങി പോകുമ്പോൾ താഴേക്ക് നോക്കിയപ്പോൾ ചെറുതായി അവൾക്കൊരു പേടി തോന്നായില്ല. എന്നാൽ അത്ര പേടിയൊന്നുമില്ല, ഇനിയിപ്പോൾ എനിക്കത് ശീലാവേണ്ടത്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോക്കും വരവൊക്കെ ആയിരിക്കുമല്ലോ എന്നവരുടെ മനസ്സിൽ വിചാരിച്ചു. എന്നാൽ അത് പുറത്ത് കാണിക്കാതെ അവൾ ശാന്തിയായി ഇരുന്നു. അതെ, അറബിയുടെ ഭാര്യയാകാൻ പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പേടിച്ചെന്നാൽ ശരിയാവില്ലല്ലോ. ഒന്നുകൂടി ഗെറ്റപ്പിൽ അവർ ഇരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ വിമാനം പറന്ന് പൊങ്ങി നേരെയായി. ഒരു മൂകമായ ഒരു ശബ്ദം മാത്രമാണിപ്പോൾ ഫ്ലൈറ്റിലുണ്ടായിരുന്നത്. അതിനിടയിൽ സീറ്റ് ബെൽറ്റ് ഇടുവാനും ഒക്കെ ആവശ്യപ്പെടുന്നുമുണ്ട്. എന്നാൽ അവൾ വിചാരിച്ചു, എന്തിനപ്പോൾ സീറ്റ് ബെൽറ്റ് എന്നൊക്കെ അഹങ്കാരത്തോടു കൂടെ. എങ്കിലും എയറോസ്റ്റസ് വന്ന് ചെക്ക് ചെയ്തപ്പോൾ, എന്താ മേഡം സീറ്റ് ബെൽറ്റ് ഇടുന്നില്ലേ, നിങ്ങൾ അറബിയുടെ വൈഫായിട്ട് എന്തെന്ന് അറിയില്ലേ എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു.
അല്പസമയം കഴിഞ്ഞപ്പോൾ അവൾക്ക് ഒരു കൗതുകം തോന്നി. പൈലറ്റിന് റൂം എങ്ങനെയായിരിക്കും? അതൊന്ന് കാണാൻ പോയാലോ? അവൾ എഴുന്നേറ്റു. എക്സ്ക്യൂസ് മീ, എയറോസ്റ്റസിനോട് പറഞ്ഞു. എനിക്ക് പൈലറ്റിനെ കാണണം. മാഡം, നോ നോ, അതിപ്പോൾ സാധ്യമല്ല. ഫ്ലൈറ്റ് സ്റ്റേബിളായ ശേഷം ചോദിക്കാം, എയറോസ്റ്റസ് സൗമ്യമായി പറഞ്ഞു. അതെ, ഞാൻ ഉടൻ തന്നെ ഗൾഫിലെ അറബിയുടെ ഭാര്യയാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സുലേഖ പറഞ്ഞു. എനിക്ക് വിമാനത്തെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്. ഇനി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് യാത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എയറോസ്റ്റസ് അവളുടെ ആവേശം കണ്ട് കുറച്ച് സമയം കഴിഞ്ഞ് പൈലറ്റിനോട് ചോദിച്ചു. അത് ഒരു ലേഡി പറയുന്നുണ്ട് പൈലറ്റിനെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. അവരെന്തോ ഇംഗ്ലീഷിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അനുമതി ലഭിച്ചതോടെ സുലേഖയെ കോക്പിറ്റിലേക്ക് കൊണ്ടുപോയി. ഹോ, ഇതായിരുന്നോ? ഓ, ഈ പൈലറ്റുമാരൊക്കെ ഒരു സ്ഥിതി അല്ലേ! എത്രങ്ങാനും മിഷനറീസാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കിയാൽ തന്നെ ആവുമോ? കോക്പിറ്റിലെ അനവധി ബട്ടണുകളും സ്ക്രീനുകളും കണ്ടപ്പോൾ സുലേഖ അതിശയിച്ചു. എൻ്റെ റബ്ബേ, ഇതായിരുന്നോ അതിനുള്ളിൽ? ആ, എത്രയോ ആൾക്കാർ നാട്ടിൽ നിന്നൊക്കെ വിമാനയാത്ര ചെയ്തിട്ടുണ്ടാവും, എൻ്റെ ഷാമിൽ വരെ. എന്നിട്ടിപ്പോൾ എന്താ? അവനൊന്നും ഇത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ആ അതെ, ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ? ഫോട്ടോ നോട്ട് അലൗഡ് എന്ന് പറഞ്ഞെങ്കിലും എന്ത് സാർ, ആദ്യമായിട്ടല്ലേ, എൻ്റെ ഒരു അനുഭവമല്ലേ എന്ന് പറഞ്ഞപ്പോൾ അവർ അതിന് സമ്മതിച്ചു. പൈലറ്റ് സൗഹൃദപൂർവ്വം പറഞ്ഞു. ഇതാണ് വിമാനത്തിൻ്റെ യന്ത്രം. ഇവിടെ നിന്ന് നാം എല്ലാം നിയന്ത്രിക്കുന്നു. സുലേഖ ബട്ടണുകളിൽ മുകളിൽ നോക്കി. ഇതെല്ലാം നിങ്ങളാണോ നോക്കുന്നത്? എത്ര ഉത്തരവാദിത്തമല്ലേ! ഈ കണ്ട ബട്ടണുകളൊക്കെ നിങ്ങൾക്ക് ഞെക്കണോ? എൻ്റെ റബ്ബേ, വല്ലാത്തൊരു തന്നെയാണല്ലോ. പൈലറ്റ് ചിരിച്ചു. അതെ, ഇവിടെ അഹങ്കാരത്തിനോ ആവേശത്തിനോ സ്ഥലമില്ല, ശാന്തതയും ശ്രദ്ധയും മാത്രം. ആ വാക്കുകൾ അവളുടെ മനസ്സിൽ എന്തോ ഒന്ന് സ്പർശിച്ചു. അത് തന്നെക്കുറിച്ചാണോ പൈലറ്റ് അങ്ങനെ വിചാരിച്ചത് എന്നുള്ള രീതിയിൽ. എന്നാലും അവൾ അതിനുള്ളിലാകെ ഒന്നായിട്ട് നോക്കി. ആ രണ്ട് പൈലറ്റ് ഉണ്ടോ? ഒരാൾ ഉറങ്ങുമ്പോൾ ഒരാൾ ഓടിക്കാനായിരിക്കില്ലേ? ആ, അത് ശരി. ആ, അതേതായാലും നന്നായി. കാരണം ഇത്രയും ദൂരം പോരല്ലേ. അപ്പം പിന്നെ ഉറക്കം വന്നാലൊക്കെ ആകെപ്പാടെ പെടുമല്ലോ. ഈ കണ്ട ആൾക്കാരൊക്കെ ഇട്ട് പോവല്ലേ. അഥവാ ഒന്ന് ഉറങ്ങിപ്പോയി നമ്മൾ കടലിൽ വീഴൂലേ, വിമാനം കത്തിപ്പോവൂലേ. അതന്നെ, രണ്ടാളെന്തായാലും വേണമല്ലേ. ശരിക്കും ആ സ്ത്രീയുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ പൈലറ്റുമാർക്ക് തന്നെ വല്ലാത്തൊരു മടുപ്പ് തോന്നി. അതെ, ഒരാൾ പൈലറ്റിനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ആവശ്യം നിറവേറ്റി കൊടുത്തു. എങ്കിലും അവരുടെ സംസാരം കേട്ടപ്പോൾ അവർക്കത് അങ്ങനെ അങ്ങ് പിടിച്ചില്ല. എന്നാൽ എയറോസ്റ്റസ് പറഞ്ഞു, പ്ലീസ് എക്സ്ക്യൂസ് മീ, ഇനി നമുക്ക് പുറത്തേക്ക് കിടക്കാം. ഇവിടെ അലൗഡ് അല്ല നമുക്ക്. നിങ്ങൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് കയറ്റിയത്. സുലേഖ അതെല്ലാം കണ്ട് അതാ കോക്പിറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. കോക്പിറ്റിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവൾ വീണ്ടും സീറ്റിലേക്ക് മടങ്ങിയില്ല. പകരം അവൾ വിമാനത്തിനുള്ളിലൂടെ നടന്നു. ഓ, ഇതൊക്കെ ഇപ്പം അല്ലാതെ ബസ്സിൽ പോകുന്ന പോലെ പിടിക്കൊന്നും വേണ്ട. അതും വലിയ കാര്യം. ബസ്സിലാണെങ്കിലോ അല്ല, പിടിച്ചില്ലെങ്കിൽ ദേ കിടക്കണേ താഴെ. ഓ, അത് വല്ലാത്തൊരു തന്നെ. ഈ നാട്ടിലത്തെ ബസ്സൊന്നും കയറാനാവൂല. ഈ വിമാനയാത്രയും കാര്യങ്ങളും മാത്രം ഇനി അതേ നടക്കുള്ളൂ. അല്ലാതെ ആ ബസ്സിൽ കുത്തി തിരികെ പോകലും, ഓ എൻ്റെ അമ്മോ, അങ്ങോട്ട് വീഴലും ഇങ്ങോട്ട് വീഴലും. സീറ്റ് കിട്ടാൻ ഞാൻ പറയും വേണ്ട, സീറ്റിൽ ഇരുന്നാൽ തന്നെ അപ്പുറത്തേക്ക് വീഴും. ഇത് പിടിക്കുക പോലും വേണ്ട. അതെ, ആ ഇടയിലൂടെ അങ്ങനെ അവൾ നടക്കുമ്പോൾ വിചാരിച്ചു, ഓ, വിമാനത്തിൻ്റെ ഈ നടുഭാഗം നടക്കാനുള്ള സ്പേസ് കുറച്ചും കൂടെ ഒന്ന് വിശാലത വേണ്ടിയിരുന്നു. ഇതിപ്പോൾ ഒരാൾ പോകുമ്പോൾ മറ്റേ ആളിങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞ് നിന്നെടുക്കണം. എന്നെപ്പോലെ കുറച്ച് തണ്ടുനടിയുള്ള പെണ്ണുങ്ങളാണെങ്കിലോ, ഓ, മുട്ടുവിരിങ്ങി പിന്നെ ആൾക്കാരങ്ങ് പോലായിരിക്കും. അത് പറ്റൂല. ഇതിപ്പോൾ തൽക്കാലം കുറച്ചുകൂടെ ഒന്ന് വീതി കൂട്ടിയാൽ നല്ലതായിരുന്നു. അങ്ങനെതാ എയറോസ്റ്റസ് ഫുഡും കാര്യങ്ങളുമായി അതുവഴി വരുന്നു. എൻ്റെ റബ്ബേ, ഇനിയിപ്പോൾ എന്താ ചെയ്യാം? അല്ല എയറോസ്റ്റസ്, ഇത്രയും പൈസ കൊടുത്തിട്ട് ഞങ്ങൾ വിമാനത്തിൽ കയറുന്നുണ്ട്. വിമാനത്തിൽ കയറിയിട്ട് കുറച്ചൊരു വീതി കൂട്ടാൻ പറഞ്ഞൂടെ വിമാന കമ്പനിയോട്? കാരണം എത്ര പൈസയാണ് തരുന്നത്, ഒന്ന് അങ്ങോട്ടും കൂടി നടക്കാൻ. ഇപ്പം നിങ്ങൾ ഇതുവഴി വരുമ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതാണ് അവസ്ഥ. അത് കേട്ട് എയറോസ്റ്റസ്, നിങ്ങളൊരു പരാതി എഴുതി കൊടുത്തോളൂ എന്ന് പറഞ്ഞു അവിടെ നിന്ന് ഒഴിഞ്ഞു. അവർ ഓരോ സീറ്റും ഓരോ യാത്രക്കാരനെയും ശ്രദ്ധിച്ചു. കുഞ്ഞുങ്ങൾ കരയുന്നുണ്ട്. ഒരു വയോധിക ദമ്പതികൾ കൈകോർത്തിരുന്നു. ഒരു വിദ്യാർത്ഥി പുസ്തകം വായിക്കുന്നു. ഇവരൊക്കെ അവരുടെ ജീവിതത്തിലെ പ്രധാന യാത്രകളായിരിക്കാം. അവൾ ചിന്തിച്ചു. ഒരു ചെറിയ പെൺകുട്ടി വിമാനത്തിൻ്റെ വിൻഡോയ്ക്കരികിൽ പുറത്തേക്ക് നോക്കി സന്തോഷത്തോടെ പറയുന്നു,
അമ്മേ, മേഘങ്ങൾ പഞ്ചസാര പോലെയാണല്ലോ. ആ സന്തോഷം സുലേഖയുടെ ഹൃദയത്തിൽ ഒരു മാറ്റമുണ്ടാക്കി. അവൾ അപ്പോൾ ഓർത്തു തൻ്റെ കുഞ്ഞുമക്കളെ. ഒരു നിമിഷം ആ ആകാശത്തിൽ നിന്ന് അവൾക്കത് ആലോചിച്ചു. അതെ, തൻ്റെ കുട്ടികളെപ്പോലെ പ്രായമുള്ള കുട്ടികൾ. ഒരു കുട്ടിയാണ് ആ സംസാരിക്കുന്നത്. അത് കേട്ടപ്പോൾ അല്പമൊന്ന് ആ മാതൃഹൃദയത്തിൽ ഒരു വേദനയുണ്ടായി. ജീവിതം പദവിയിലും പണത്തിലും മാത്രമല്ലെന്ന് അവൾക്ക് തോന്നി. അതെ, അതൊക്കെ ഒരു സന്തോഷം തന്നെയാണ്. ആ മാതാപിതാക്കളുടെ ഒപ്പം ആ കുട്ടികളിങ്ങനെ ഇരിക്കുന്ന സംസാരിക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത സന്തോഷം. അവൾ തൻ്റെ മക്കളെക്കുറിച്ച് അല്പമൊന്ന് ഓർത്തു. എങ്കിലും അവൾ അതാ വിമാനത്തിൻ്റെ മുക്കിലും മൂലയിലും ബാത്റൂമിൽ വരെ എത്തി. ബാത്റൂമിൽ അവിടെ ഇരുന്ന് അവിടെ ഫ്ലഷ് ചെയ്തും ടോയ്ലറ്റ് പേപ്പറും എല്ലാം നോക്കിക്കണ്ടു. ഓ എൻ്റെ റബ്ബേ, എന്തൊക്കെ അത്ഭുതങ്ങളാണ് ഇത് സൃഷ്ടിച്ചു വെച്ചിക്കണത്. ഈ വിമാനത്തിൽ കയറി എല്ലാവരും ഉറങ്ങുന്നതാണല്ലോ. എന്താ ഇവർക്ക് ഇത്ര വീട്ടിൽ നിന്ന് ഉറങ്ങിയിട്ടില്ലേക്കും? ഇവർക്കൊന്നും കാഴ്ചകളൊന്നും കാണണ്ടേ? വന്ന് കയറിയപ്പോൾ മുതലേ തുടങ്ങി ഉറക്കാണ്. വല്ലാത്തൊരു പുതുമന്നെ. അവൾ അതെല്ലാം നോക്കിക്കണ്ടു. എന്നാൽ പെട്ടെന്ന് വിമാനം അല്പമൊന്ന് കുലുങ്ങി. ചെറിയ ടർബുലൻസ് ചിലർക്ക് അനുഭവപ്പെട്ടു. പ്ലീസ് സീറ്റ് ബെൽറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതാ എയറോസ്റ്റസിൻ്റെ ശബ്ദം കേൾക്കുന്നു. എന്നാൽ സുലേഖ അതിലൂടെ നടക്കുകയാണ്. സുലേഖയുടെ ഹൃദയം വീണ്ടും പേടിയോടെ തട്ടി. എന്നാൽ പൈലറ്റിൻ്റെ വാക്കുകൾ അവൾക്ക് ഓർമ്മയായി. ഇവിടെ ശാന്തതയും ശ്രദ്ധയും മാത്രമാണുള്ളത്. ഒരിക്കൽ പോലും അഹങ്കാരത്തിനും ഒന്നും ഇവിടെ വിലയില്ല. വിമാനം കുലങ്ങുവാൻ തുടങ്ങിയപ്പോൾ അവൾക്കല്പം ഭയം തോന്നി. അത് നന്നായിട്ട് ഇളകുന്നുണ്ട്. മേഘത്തിൽ തട്ടി ചിറകുകളൊക്കെ വല്ലാതെ ആടി ഉലയുന്ന പോലെ അവൾക്ക് തോന്നി. എന്നാൽ എയറോസ്റ്റസ് അവരോട് ഇരിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു. സുലേഖ വിയർത്തൊഴുകി. റബ്ബേ, എന്താ ചെയ്യുക? ഇവിടെ നിന്നെങ്ങാനും വിമാനം എന്തെങ്കിലും പറ്റിക്കഴിയോ? വിമാനം പൊട്ടിത്തെറിക്കുമോ? വിമാനം നിലത്തേക്ക് വീഴുമോ? അവൾക്ക് ആകപ്പാടെ ബേജാറായി. അവൾ പെട്ടെന്ന് തൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഓർത്തു, ഭർത്താവിനെ ഓർത്തു. പഠിച്ചോനെ, എനിക്ക് പഠിച്ചോൻ തരുന്ന ശിക്ഷയാണോ ഇതിപ്പോൾ വല്ലാത്തൊരു പ്രശ്നമായല്ലോ. വിമാനം അതാ വീണ്ടും കുലുങ്ങുന്നു. സീറ്റ് ബെൽറ്റിൻ്റെ കാര്യമെല്ലാം എയറോസ്റ്റസ് വീണ്ടും വിളിച്ച് പറയുന്നുണ്ട്. കാരണം ആദ്യം ഇടാൻ കൂട്ടാക്കിയില്ല, പക്ഷെ ഇപ്പോൾ ഇടാഞ്ഞാൽ അതൊരു പ്രശ്നമാകും എന്നവൾക്ക് തോന്നി. അവളതാ ആ സീറ്റ് ബെൽറ്റ് ഇട്ടു. ആ ഒരു വിമാനത്തിൽ പലരും അതാ ദിക്കറുകളും സ്വലാത്തുകളും ദൈവത്തെയൊക്കെ വിളിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ശരിക്കും അവൾക്ക് ഒരു പേടി തോന്നി. സീറ്റിലേക്ക് മടങ്ങിയപ്പോൾ അവൾ ജനൽക്കരികിലൂടെ പുറത്തേക്ക് നോക്കി. മേഘങ്ങൾക്ക് മുകളിലൂടെ സൂര്യപ്രകാശം പരന്നിരിക്കുന്നു. എന്നാൽ അവരുടെ തൊട്ടടുത്തിരുന്ന വയോധിക സ്ത്രീ ആദ്യമൊക്കെ അവരോട് നല്ല രീതിയിൽ അറബിയുടെ വൈഫാകാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കിയിരുന്നു. എന്നാൽ ആ സ്ത്രീ പറഞ്ഞു, പേടിക്കണ്ട, എല്ലാം ശരിയാകും. അവർ പറഞ്ഞു. അവൾക്ക് തന്നെ അത്ഭുതമായി. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് സ്വന്തം ഭാവിയെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്ന അവൾക്ക് ഇപ്പോൾ മറ്റെന്തൊക്കെയോ തോന്നി തുടങ്ങി. ശരിക്കും അതാ സുലേഖയ്ക്ക് നല്ലൊരു പാഠം വിമാനത്തിൽ നിന്ന് തന്നെ കിട്ടി. അതെ, പൈലറ്റ് പറഞ്ഞ ആ വാക്കുകളും എല്ലാം കൂടി. ഞാൻ എന്താണ് ആകാൻ പോകുന്നത്? അവൾ സ്വയം ചോദിച്ചു. ഒരു അറബിയുടെ ഭാര്യയോ? അതോ സ്വന്തം സ്വഭാവം കുറച്ച് മോശമായി പോകുന്നുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഏതായാലും അനക്കും കുലുക്കൊക്കെ നിന്നക്കണ്. ഓൾക്ക് കുറച്ചൊരു സമാധാനം തോന്നി. പഠിച്ചോനെ, ഞാൻ വിചാരിച്ചു ഞാൻ ബാക്കി ഉണ്ടാവില്ല, വിമാനം താഴേക്ക് നിലം പതിക്കും എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. എത്രയെത്ര അപകടങ്ങൾ, എത്രയെത്ര വിമാനങ്ങൾ പൊട്ടിത്തെറികളൊക്കെ കേൾക്കുന്നുണ്ട്. ശരിക്കും അതെ, അവൾ ശരിക്കും ഭയന്ന് വിറച്ചു എന്ന് തന്നെ പറയാം. അല്പസമയത്തിന് ശേഷം അതാ അവിടെ വിമാനം ഇറങ്ങുകയാണ്. യാത്രക്കാർ ഓരോരുത്തരായി പുറത്തേക്ക് പോയി. എല്ലാവരോടും താങ്ക്സ് പറയുന്നുണ്ട്. സുലേഖ അവസാനമായി പുറത്തേക്ക് കടന്നു. അവളുടെ നടപ്പിൽ ഇപ്പോഴും എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ട്. അതെ, ശരിക്കും ആ വിമാനത്തിലുണ്ടായ അപകടത്തെ നേരിൽ കണ്ട ആ നിമിഷങ്ങൾ അതായിരുന്നു. കുറച്ച് സൗമ്യത കൂടിയതുപോലെ അവൾക്ക് തോന്നുകയാണ്. വിമാനത്താവളത്തിലെ വലിയ ലൈറ്റുകൾക്കിടയിൽ അവൾ നിർത്തി ആകാശത്തേക്ക് നോക്കി. എന്നാൽ ലഗേജ് ഒന്നും കിട്ടിയിട്ടില്ല. എല്ലാവരും വരിവരിയായി നിൽക്കുകയാണ്, പാസ്പോർട്ടൊക്കെ പിടിച്ചുകൊണ്ട്. എല്ലാവരെയും അവിടെ നിന്നും ചെക്ക് ചെയ്യുന്നുണ്ട്. ഒരു നിമിഷം അവൾ അറേബ്യയുടെ മണ്ണിലിറങ്ങിയപ്പോൾ ഇന്നിപ്പോൾ പുതിയ ലോകത്തൊക്കെ കിടക്കുകയാണ് അവൾ മനസ്സിൽ പറഞ്ഞു. പക്ഷേ അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ചെറിയൊരു പേടിയും ഭയവും. അറബിയുടെ ഭാര്യയാകാൻ പോയിട്ട് എന്താ ഇത്രമാത്രം പേടിച്ച് ഞാൻ പോകുന്നത്?
എത്ര അഹങ്കാരത്തോടു കൂടിയാണ് ഞാൻ വന്നത്. സത്യമായിട്ടും സുലൈഖയുടെ മനസ്സിൽ എന്തൊരു ചെറിയ പേടി കുടുങ്ങിയ പോലെ. അറേബ്യയിലെത്തിയപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്തൊരു റസിയെ വിളിച്ചു നോക്കണം. എന്തായാലും വേണ്ടില്ല, അതിനിപ്പോൾ ഇവിടെ സിമ്മും ഇതൊന്നും ഇല്ലല്ലോ. ഞാനായിട്ട് തന്നെയാണ്, ആരെയും വിളിച്ചു വരുത്തിയിട്ടില്ല. എന്നാൽ സുലൈഖയുടെ ആദ്യ വിമാനയാത്ര അവൾക്ക് വലിയൊരു പാഠമായി. അഹങ്കരിക്കാൻ പാടില്ലെന്നുള്ളത്. ഉയർന്ന് പറക്കുന്നത് വിമാനം മാത്രമല്ല, മനുഷ്യൻ്റെ മനസ്സും ചിന്തയും കൂടെയാണ്. അഹങ്കാരത്തിൽ നിന്ന് വിമാനത്തിലേക്ക്, സ്വപ്നങ്ങളിൽ നിന്ന് ബോധത്തിലേക്ക്. അതായിരുന്നു അവളുടെ യാത്ര. പകുതി അഹങ്കാരം കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെയതാ അവർ അവിടെയും ചെക്കിങ് കാര്യങ്ങൾ എല്ലാം നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് തൻ്റെ ലഗേജിന് വേണ്ടി അവൾ കാത്തിരിക്കുന്നു. എന്തൊക്കെ തന്നെയാലും ഷാമിലിൻ്റെ നമ്പറുണ്ട്. ഷാമിലിൻ്റെ നമ്പർ ഒന്ന് വിളിച്ചു നോക്കാം. എന്തായാലും ഷാമിൽ വരുമോ ഇല്ലേ? ഇനിയിപ്പോൾ എൻ്റെ ബാപ്പാനെ ഒഴിവാക്കിയതോ അറിഞ്ഞിട്ടുണ്ടാവോ? എന്നാൽ റസിയുടെ നമ്പർ കൊടുത്ത് ഈ ഫോണിലേക്കൊന്ന് വിളിച്ചു തരൂ എന്ന് പറഞ്ഞ് ഒരാളോട് ആവശ്യപ്പെടുകയാണ്. ആ നിമിഷം, ഹലോ റസിയ മോളെ, ഞാനിവിടെ എത്തിയിട്ടോ. പിന്നെ ആരെങ്കിലും എന്നെ കൊണ്ടുവരാൻ വരുമോ? എന്നാൽ റസിയ ഭയത്തോടു കൂടി അറബിയോട് അത് പറയുകയാണ്. അർബ, അത് ഈ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞ് അവർ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ആണോ? എന്നാൽ ഞാൻ തന്നെ കൊണ്ടുപോകാൻ പോയിക്കോളാം. എന്താ അവരുടെ പേര്? സുലൈഖ. ഓ, സുലൈഖ ബീവി ആയിരിക്കും അല്ലേ? അങ്ങനെ അതാ അറബി തന്നെ അതാ കാറോടിച്ചുകൊണ്ട് നേരെ എയർപോർട്ടിലേക്ക് പോകുന്നു, സുലൈഖയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.